തിരുവനന്തപുരം നഗരസഭയിലെ വെങ്ങാനൂർ ഡിവിഷനിൽ മണലി നിവാസികൾ യാത്രാ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. വർഷങ്ങളായി അപകട നിലയിലായിരുന്ന പാലം കഴിഞ്ഞ ദിവസമാണ് തകർന്നത്. പരാതികൾ പലത് പറഞ്ഞിട്ടും നടപടിയില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുതൽ പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട പരാതി പറയുകയാണ് നാട്ടുകാർ. അപകടാവസ്ഥയിലായിരുന്ന പാലം കഴിഞ്ഞ ദിവസമാണ് തകർന്നത്. തകർന്ന പാലത്തിലൂടെയാണ് തൊട്ടടുത്തുള്ള ശിശുവാടിയിൽ കുഞ്ഞുങ്ങളെയാക്കാൻ അമ്മമാർ പോലും വരുന്നത്. ഈ പാലത്തിൽ കൂടെ പോകുന്നത് പാലം പൊളിഞ്ഞുകൊണ്ട് കുറച്ച് പാടാ പിള്ളേർ പോകുന്നത്. പിന്നെ എപ്പോഴും ഞങ്ങൾ ഇതുവഴിയാണ് പോകുന്നത്. കുഞ്ഞു പിള്ളേരല്ലേ. ഇടയ്ക്ക് കുറേ കാലം ഇത് മാറ്റിപ്പണിയേണ്ടൊക്കെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഇനി അവിടെ കുറച്ചപ്പുറത്തൊരു പാലമുണ്ട്, അതും മാറ്റിപ്പണിയേണ്ടതൊക്കെ. കൗൺസിലർക്കും MLAക്കും തുടങ്ങി നിരവധി പേർക്ക് പരാതി നൽകിയിട്ടും നടപടിയൊന്നുമില്ലെന്നും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നും പ്രദേശവാസികൾ. അപ്പോൾ ഇന്നലെയാണ് പൂർണ്ണമായിട്ടും പാലം തകർന്നു വീഴുകയും ഒരു വണ്ടി തോട്ടിനകത്താവുകയും ഡ്രൈവർക്ക് ഒത്തിരി പരിക്കും കാര്യങ്ങളൊക്കെ പറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത് കുട്ടികൾ അങ്കമാടി അടുത്തുള്ളതാണ്. അപ്പം ആ അക്കരെ നിന്നാണ് കുട്ടികളെല്ലാം ഇങ്ങോട്ട് പഠിക്കാനൊക്കെ വരുന്നത്. അപ്പുറത്ത് കൃഷി സ്ഥലമാണ്. അവിടത്തേക്ക് എന്തെങ്കിലും സാധനങ്ങളോ എല്ലാം കൊണ്ടുപോകേണ്ടത് ഈ വഴിയാണ്. അപ്പോൾ അതെല്ലാം മുടക്കമാണ്. അടുത്ത് പാട്ടേക്കണ അമ്പലം ഇതാണ് അവരെ യാത്രാ സൗകര്യം കൊടുക്കേണ്ട വഴി കൊടുക്കേണ്ട പാലം എല്ലാം പോയിരിക്കുകയാണ്. ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ ഞങ്ങൾ അധികാരികളെ അറിയിച്ചിട്ട് ഏകദേശം 3 വർഷത്തോളമായി. ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഈ ഇടയ്ക്കാണ് ഈ പാലത്തിൽ ഈ ഒരു അപകടം നടക്കുകയും അതിൻ്റെ ഭാഗമായി പാലം പൂർണ്ണമായും തകരുകയും ചെയ്യുകയാണ്. ഇതിപ്പോൾ നാട്ടുകാർക്ക് ഒരു തരത്തിലുള്ള ഗതാഗതത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പരാതി പലതു പറഞ്ഞും മടുത്ത പ്രദേശവാസികൾ ഇനി പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ്. അടർന്നു വീഴാൻ നിൽക്കുന്ന ഈ കോൺക്രീറ്റ് പാളികൾ കണ്ടില്ലെന്നു നടിച്ചാൽ കരയുന്ന അമ്മമാരുടെയും സങ്കടപ്പെടുന്ന ഒരു നാടിൻ്റെയും വേദന ഇനിയും ഒരുപാട് നമ്മൾ കാണേണ്ടി വരും. അധികാരികൾ കണ്ണു തുറന്ന് ഇത് കണ്ടില്ലെങ്കിൽ വലിയ വലിയ അപകടങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. വെങ്ങാനൂരിൽ നിന്നും ക്യാമറ അസിസ്റ്റന്റ് അജിത് കട്ടാലിനും ക്യാമറമാൻ നിധിനുമൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, തിരുവനന്തപുരം.